ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഈവലിനാണിത്. നമ്മൾ ഇതിനു മുമ്പ് വാൻ എസ്കേപ്പും ഫ്രണ്ട് ഡോർ എസ്കേപ്പൊക്കെ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം ഇതിൽ ഏറ്റവും വലിയ എസ്കേപ്പായിട്ടുള്ള ബലൂൺ എസ്കേപ്പാണ്. ബലൂൺ എസ്കേപ്പിന് കുറേ മാസ്കൊക്കെ കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് അതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യാം. നമ്മളൊന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്കിപ്പ് അടിച്ചിടാം. ഓക്കെ, നമ്മളെ മറ്റേ നണ്ണ് കൊണ്ട് കണ്ട് പിടിച്ചിട്ട് ഗൈസ്, മറ്റേ നണ്ണ്. ഓക്കെ, നമ്മളെ പേര് എഴുതി കാണിച്ച് ഗൈസ്, അതോടെ നിൽക്കട്ടെ ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇതാണ് ഗൈസ് നമ്മൾ സീക്രട്ട് ഈ സാധനം ഇടണ, അല്ലെങ്കിൽ മറ്റേ ഈവലിനാണ് കയറി വരും. ഈ സാധനം ഗ്രീലെന്ന് പറഞ്ഞ ഈ സാധനം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം അത്ര ഇതിൻ്റെ അകത്ത് പോകും ഗൈസ്. അപ്പോൾ ടി വി വരും. ഗൈസ്, ഒരു ടി വി വന്നിട്ടുണ്ട്. ആ ടി വിയിൽ ഇപ്പോൾ എന്താണ് കാണിക്കും നമുക്കടെ. ഇതിൻ്റെ ബൊമ്മ, എന്തൊരു ബൊമ്മയുടെ എന്തൊരു സ്റ്റിക്കർ കാണിച്ചു. എക്സ്പ്ലോർ ഇൻ ദ ഹോം. എന്തോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വായിച്ചില്ല നേരെ. ഇതെന്തോ കണ്ട് ബൊമ്മ, ഒരു ബോംബ്, പിന്നൊരു കീ, ഒരു ബൊമ്മയൊക്കെ നണ്ണ് വരും. നണ്ണ് അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുക. ഇവിടെയൊക്കെ നോക്കാം. ഇവിടെ മറ്റേ ബൂ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് വേണ്ട. ഇതൊന്നും ഫ്രണ്ട് ഡോർ എസ്കേപ്പൊന്നുമല്ല ചെയ്യണം. ഇവിടെ നണ്ണ് ഇവിടെ നിന്ന് പോയി കേട്ടോ. എവിടെയോ നോക്കാ. നിങ്ങളുടെ എറിഞ്ഞാൽ ദൂരമേ ഇവിടെ നണ്ണ് കണ്ടില്ലേ? ഇവിടെ നണ്ണ് കണ്ടില്ലേ? എന്നാ എന്നിട്ട് പാട്ട് വന്നില്ല. എടി നണ്ണ് കണ്ടില്ല കേട്ടാ. അതാ ഞാൻ ഗോസ്റ്റ് മോഡ് വല്ലതും കാണായിട്ടിരിക്കണേ. ഓ, നണ്ണ് താഴെ പോയി. നണ്ണ് താഴെ പോകണേക്ക് നല്ലതാണ്. നമുക്ക് അപ്പം ഈ ഫ്യൂസൊക്കെ എടുത്തിടാം. എടാ, നമ്മൾ ഗോസ്റ്റ് മോഡാണോ ഇട്ടതെന്ന് എനിക്ക് സംശയമുണ്ട്. ആണോ? അല്ലല്ലോ. പിന്നെന്ത് നണ്ണ് കാണാത്തത്? ഗൈസ്, ഈ സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഫ്യൂസ് എടുത്തിട്ടിട്ട് ഫ്യൂസ് ആണ് ഇതെന്ത് സ്മാൾ പ്ലഗ് എന്തോ ഒരു സാധനം. കറണ്ട് കിടക്കണം. ഫോട്ടോ ഒന്നും തള്ളിയിടല്ലേ. ഈ സാധനം നമുക്ക് വേണം ഗൈസ്, ഓയിൽ. ഇതില്ലെങ്കിൽ ഇത് കാര്യം നടക്കില്ല. ഓക്കെ, അവള് വരാൻ സമയമായി. നണ്ണ് വരണ മുമ്പേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് സമ സാധനം. കണ്ട് ഓ, ഞാൻ താഴെ ഇറങ്ങിയോണ്ട് രക്ഷപ്പെട്ടു. ക്രോബാർ ഇറങ്ങിയിട്ട് ഇവിടെ നമ്മളെ ഗ്രീസ് ഒഴിച്ചിട്ടുണ്ട്. ഓ, കണ്ടോ എന്താ പാട്ട് വരാത്തത്? എനിക്ക് കേൾക്കാത്തോണ്ടായിരുന്നു. നണ്ണുണ്ടേ തന്നെ. നണ്ണ് പാട്ടെനിക്ക് കേട്ടിടേ. നണ്ണ് കാണാൻ പോവാ. നണ്ണെന്ത് വരാത്ത പിറകെ? നണ്ണവിടെ നിന്ന് ഐസ്. നല്ല കാര്യം തന്നെ. നമുക്ക് ആദ്യത്തെ സാധനം കിട്ടി. നമ്മൾ ഡോള് കിട്ടി. നമുക്ക് അവിടെ പോവാം കഴിച്ച്. ഗാർഡൻ ചിലപ്പോൾ ക്രോബാർ കാണും. ഇവിടെ ക്രോബാർ ഇല്ല. ക്രോബാർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും.
കണ്ടുപിടിക്കാം നമുക്ക്. ഇത് തുറന്നില്ലല്ലേ? അയ്യോ, അതൊന്നും വരല്ലേ പ്ലീസ് പ്ലീസ്. സാരമില്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം. അയ്യോ, ഇവിടെ നണ്ണ് വരല്ലേ പ്ലീസ്. ഒരു സാധനം ഇട്ട് നമ്മൾ ഇവിടെ നോക്കട്ടെ. ഇവിടെ വെച്ചെടുക്കാം. ബൈബിള് വേണം. ഇവിടെ ഞണ്ണ് അവിടെ പോയി കാണുന്നില്ലല്ലോ അവളെ. ഇവിടെ ഓക്കെ, ഈ സാധനം ഇവിടെ ഒരു കീ കണക്കുള്ള സാധനം വേണം. അതും കൂടെ മതി. എവിടുന്ന് കിട്ടും ഈ ഭാഗത്ത്? ആ കീ കണക്കുള്ള സാധനം നോക്കി എൻ്റെ അകത്ത് ബാത്റൂമിലൊക്കെ കാണും. ഇതേപോലെ ചെറിയ സാധനങ്ങളൊക്കെ ബാത്റൂമിലാണ് കാണാൻ കഴിയുന്നത്. ബാത്റൂമിലാണെങ്കിൽ ഇവിടെ കൊണ്ടുപോകും. അതേപോലെ ഉണ്ടാകാം. ഇല്ല ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സാധനം വേറെ എവിടെയാണ് ഇരിക്കുന്നത്. നണ്ണ് അവിടെ പോയി. നണ്ണ് സൗണ്ടൊന്നും കേട്ടിട്ട് വരുന്നില്ല. നമ്മളെന്തായാലും അത് വിട്ടു. ഇനി നമുക്ക് വേണ്ടത് മറ്റു സാധനം മാത്രം മതി. നമുക്ക് ക്രോബാർ കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് മറ്റേ ഇത് വണ്ടിയൊക്കെ ഉള്ള സ്ഥലത്ത് പോകണം. എനിക്കാണെങ്കിൽ സൗണ്ട് കേട്ടൂടെ. ചിലപ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും. എനിക്ക് അത്രയും സൗണ്ട് കേൾക്കാൻ പറ്റൂല. ക്രോബാർ കിട്ടി. പെട്ടെന്ന് അടി പോണം. ഓ ഹമ്പു, ഇപ്പോഴാണ് ഇതിൽ ആശ്വാസമായ. ഇങ്ങോട്ട് ജന്മ ഉണ്ടെങ്കിൽ കോളായിരുന്നു. ഞാനാണെങ്കിൽ ഞങ്ങൾ വെടിവെച്ചങ്ങ് ഇടായിരുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ സ്ഥലത്ത് പോകണം. പെട്ടെന്ന് വാ 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 പൊട്ടിയില്ല. ഇവിടെ സൗണ്ട് ഉണ്ടാകും കേട്ടോ. ഇവിടെ സൗണ്ട് ഉണ്ടാക്കാതെ ഇത്തിരി കൈ വെച്ചാൽ അതിനെ പിടിച്ചുകൂടെ ആ പ്ലാങ്ങിനെ? കുഴപ്പമില്ല. ഇവിടെ വല്ലതും ഉണ്ട്? ഇല്ലല്ലോ. നമുക്കെന്താ സ്വീകരിച്ച് പോവാം. അങ്ങോട്ട് പോ. നമുക്ക് ഇനി എടുക്കേണ്ട ആവശ്യമാണ്. തല്ലേ പൊക്കോളും. ആരുമില്ലല്ലോ. മറ്റേ നണ്ണും ഇല്ല ഇവിടെ. നമുക്കെന്തായാലും ക്രോബാർ എറിഞ്ഞേ പറ്റൂ. ഇവിടെ നണ്ണ് ഇവിടെ വരും. നണ്ണ് ഈ കുഴിയിൽ വരാൻ പറ്റുന്നുണ്ട്. എനിക്കറിഞ്ഞില്ല. പിന്നെ കുഴി കൊടുത്ത് ചാടിയിട്ടുണ്ട്. നണ്ണ് വരൂ. നണ്ണ് പറഞ്ഞത് വരട്ടെ. നമുക്ക് പെട്ടെന്നില്ല. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു നണ്ണിൻ്റെ സൗണ്ട് ഇത് കാണിച്ചോണ്ടിരിക്കാതെ. ഈ മണ്ടയിൽ നമുക്ക് പോകണം. ഈ മണ്ടയിലായിരിക്കും നമ്മൾ ബാക്കി സാധനം. ഇവിടെ നമുക്ക് നോക്കാൻ ഇച്ചിരി റിസ്ക് ആണ്. കാരണം ഇവിടെ നമുക്ക് ഒളിക്കാൻ ഒന്നും സ്ഥലമില്ല. നമുക്കെന്തായാലും ഓക്കെ, ഇതൊക്കെ കീ കണ്ടുപിടിക്കാൻ
നമുക്ക് ഇവിടെയൊക്കെ നോക്കേണ്ടി വരും. കീ എവിടെയുണ്ട്? ഓട്. നശിച്ചോളൂ. ഇവിടെ ആയിരുന്നു. ഓട്. ഇതിൻ്റെ ഒക്കെ എല്ലാം ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോണത് സേഫല്ല. നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. ഈ കോയിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എടുക്കാം വെറുതെ. അതൊക്കെ മണ്ടയിൽ ഒന്നും കൂടെ പോയി നോക്കാം. മറ്റേ സാധനം ഇതുവരെ കിട്ടിയില്ല. ബഞ്ച് ഓഫ് കീന്ന് നമുക്ക് വരാം. അടുക്കളയിലൊന്നും പോയി ഇവിടെയൊക്കെ നോക്കാം. ഇനി അവിടെ നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ ചിലപ്പോൾ കാണും. എവിടെ പെട്ടെന്ന് കണ്ടടാ അവള്. ആ ഒരു മാസ്ക് പീസിനൊക്കെ എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഗാർഡനിലും പിന്നെ നമ്മൾ എക്സ്പ്ലോസീവ് മറ്റേ ബോംബ് എടുത്തില്ലേ അവിടെയായിരുന്നു ഗൈസ്. ഡൈനാമൈറ്റും മറ്റേ എടുത്ത സ്ഥലവും പിന്നെ നമ്മൾ ഗാർഡനും നേരെ ചെക്ക് ചെയ്യണം. എന്തായാലും അവളിപ്പോൾ പ്രാർത്ഥിക്കണമായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ. അവൾ ഇങ്ങോട്ടൊക്കെ നേരത്തെ വന്ന് നിൽക്കും. അയ്യോ ഈ പൈസ കാണുമ്പോൾ ഞാൻ വിചാരിക്കും മറ്റേ ആവശ്യമുള്ള സാധനം ഇരിക്കണം. ഇത് തുറന്ന് നോക്കാം ഗൈസ്. ഗൈസ് 20 സെക്കൻഡിൽ ഇപ്പം വരും. നന്ന് കാണിക്കണം. ഞാൻ ചുറ്റിക്കെടുത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ കോസ്റ്റൊക്കെ കാണിച്ചിട്ട് പോകും. ഓക്കെ നമുക്ക് ഇതിപ്പോൾ കിട്ടും ഗൈസ്. നമ്മൾ ഒരു മാസ്ക് പീസ് അങ്ങനെ കണ്ടുപിടിക്കും ഗൈസ്. നമ്മൾ ഓക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ബൊമ്മ കിട്ടി. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒളിച്ചിരുന്നാണ് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ലക്ക് വേണം. എന്നുവെച്ചാൽ ഈ പെട്ടിയിൽ ഏത് ഇതായിരിക്കും നമുക്കൊരു കാര്യം ഞാൻ നടുക്കുള്ളത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഓറഞ്ച് ഇല്ലടാ. വീണ്ടും റീചാർജ് ചെയ്യണം. എന്നോട് നോക്കാവട്ടെ. എക്സ്പ്ലോസീവ് എടുത്തിട്ട് വരാം. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ വരണം മതിയായിരുന്നു. ഇപ്രാവശ്യം ഏതാണ് നമുക്ക് പൊട്ടിക്കുന്നത്? ഏറ്റവും ലാസ്റ്റുള്ള പൊട്ടിച്ചു.
ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഏറ്റവും ലാസ്റ്റ് ആ പച്ച പൊട്ടിച്ചോ ഗൈസ്, ചിലപ്പോൾ കിട്ടിയാലോ. അതിൻ്റെ അകത്തും ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഇതൊക്കെ റീചാർജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയുള്ള ബാക്കിയുള്ള പെട്ടി ആ മഞ്ഞ മാത്രമാണ്. ആ മഞ്ഞ നമുക്ക് പൊട്ടിച്ച് വെക്കാം, ചിലപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും. കിട്ടി, മാസ്ക് പീസ് കിട്ടി. ഇതിൻ്റെ ആദ്യത്തെ മാസ്ക് പീസ് നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് അറിയണം. ഓക്കെ, ബാക്കി മാസ്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യണമായിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.